Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 2 വരുന്ന ടോപ്പിക് ആണ് സിസ്ക് സ്കേലർ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സിസ്ക് പ്രോസസ്സർ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സ്കേലർ പ്രോസസ്സർ ചെയ്യുന്നത്? അറിയാവുന്ന കാര്യമാണ്, അതായത് എക്സിക്യൂട്ട് സ്കേലർ ഡാറ്റ. ഇനി സിംപ്ലസ്റ്റ് സ്കേലർ പ്രോസസ്സർ ആണെങ്കിൽ എക്സിക്യൂട്ട് ഇൻറ്റീജർ ഇൻസ്ട്രക്ഷൻ യൂസിങ് ഫിക്സഡ് പോയിന്റ് ഓപ്പറൻസ്. ഇനി മോർ കേപ്പബിൾ സ്കേലർ പ്രോസസ്സർ ആണെങ്കിൽ എക്സിക്യൂട്ട് ബോത്ത് ഇൻറ്റീജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്. ഇനി മോഡേൺ സ്കേലർ പ്രോസസ്സർ ആണെങ്കിലോ പ്രോസസ് ബോത്ത് ഇൻറ്റീജർ യൂണിറ്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. അതുപോലെ തന്നെ സിസ്ക് യൂസസ് പൈപ്പ്ലൈൻ ഡിസൈൻ. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് റെപ്രസെന്റേറ്റീവ് സിസ്ക് പ്രോസസ്സർ. ഇൻ ടേബിൾ 1, 3 early representative CISC scalar processors are listed. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതാണ് ടേബിള്. അപ്പോൾ ടേബിളിൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന 3 പ്രോസസ്സേഴ്സ് ആണ്, അതായത് ഇന്റൽ i486, അതുപോലെ Motorola MC68040, then NS32532. ഓക്കെ, അതിൽ ഇന്റൽ i486 അതുപോലെ തന്നെ Motorola MC68040 അത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, സൈസ് ആൻഡ് വേർഡ് ലെങ്ത്, അതുപോലെ അഡ്രസ്സിംഗ് മോഡ്, പിന്നെന്താ ഇൻറ്റീജർ യൂണിറ്റ് ആൻഡ് GPRS, അതായത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ ഓൺ ചിപ്പ് കേഷെ ആൻഡ് MMUS. അപ്പോൾ അതിനെ പറ്റിയുള്ളത് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള കാര്യമാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. കൂടുതലായിട്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. സോ നമുക്ക് നോക്കേണ്ട 3 ടൈപ്സ് പ്രോസസ്സേഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ അറ്റ് പ്രസന്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ടേബിൾ എന്ന് പറയുന്നത് മുന്നുള്ള പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ VX-B600 പ്രോസസ്സർ ദാറ്റ് വാസ് ബിൽഡ് ഓൺ എ PC ബോർഡ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആർക്കിടെക്ചർ വെച്ചിട്ട് വരുന്നുണ്ട്. അതുപോലെ i486 M6046 നേരത്തെ ടേബിളിൽ കണ്ടതാണ്. അതെന്ന് പറയുന്നത് സിംഗിൾ ചിപ്പ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. അപ്പോൾ ആ രണ്ട് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്ന ആ ഫാമിലീസ് എന്ന് പറയുന്നത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. These two processor families are still in use at present. Okay. Then we use this popular architecture to explain some interesting features built into CISC processor. അതുപോലെ തന്നെ ഏതൊരു പ്രോസസ്സർ ഡിസൈൻ ചെയ്യുമ്പോഴും പ്രോസസ്സർ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനർ ശ്രദ്ധിക്കുന്ന കാര്യം, ഡിസൈനറിന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഹൗ ടു അച്ചീവ് ഹയർ ത്രൂപുട്ട് ഇൻ ദി പ്രോസസ്സർ പൈപ്പ്ലൈൻസ്, അല്ലേ? എങ്ങനെ മാക്സിമം ത്രൂപുട്ട് കിട്ടാം. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു ഗോളിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, ഹാർഡ്വെയർ മാത്രം നോക്കിയാൽ പോരാ, അല്ലേ? സോഫ്റ്റ്വെയറും കൂടെ വേണം, അല്ലേ? Both hardware and software mechanisms have been developed to achieve these goals. Due to the complexity involved in a CISC processor, the most difficult task for a designer to shorten the clock cycle to match the simple operation latency. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എങ്ങനെ ഓവർകം ചെയ്യാം, അതായത് റിസ്ക് ആർക്കിടെക്ചർ വെച്ചിട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇനി നോക്കേണ്ടത് റെപ്രസെന്റേറ്റീവ് സിസ്ക്, അതായത് അറ്റ് പ്രസന്റിലുള്ള പ്രോസസ്സേഴ്സ് ആണ്. VX-8600, അതുപോലെ മോട്ടറോള MC68040, ഇന്റൽ i486. സോ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് VAX-8600. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ഇക്വിപ്മെന്റ് കോർപ്പറേഷൻ യൂസസ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇവിടെ എന്ന് പറയുമ്പോൾ 300 ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, അതുപോലെ 20 അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്, 16 GPRS അതായത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടുത്തെ CPI റേഞ്ച് എന്ന് പറയുന്നത് ഫ്രം 2 to 20 സൈക്കിൾസ്. ദെൻ ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ദി VAX-8600 എക്സിക്യൂട്ടഡ് ദി സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് നോക്കുമ്പോൾ മെയിൻ മെമ്മറി വരുന്നുണ്ട്, മെമ്മറി ആൻഡ് IO കൺട്രോൾ, IO സബ്സിസ്റ്റംസ്, cache,
ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഉണ്ട് ഇവിടെ 16 GPRS, അതായത് 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ദെൻ എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇൻറ്റീജർ ALU, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ട് ഫംഗ്ഷൻ യൂണിറ്റ് വരുന്നുണ്ട്, അതായത് കൺകറന്റ്ലി ഇൻറ്റീജർ ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷനും എക്സിക്യൂഷനും വേണ്ടിയിട്ട് രണ്ട് ഫംഗ്ഷൻ യൂണിറ്റ് വരുന്നുണ്ട്. ഓക്കെ, so the CPU in the VX8600 consisted of two functional units for concurrent execution of integer and floating point instruction. അതുപോലെ cache കേസ് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും ഹോൾഡ് ചെയ്യാനാണ്. ദെൻ 16 GPRS ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈനിങ്ങിൽ ഇവിടെ 6 സ്റ്റേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ദി ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് പ്രീഫെച്ച്ഡ് ആൻഡ് ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻ, അതുപോലെ ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. And supplied operands to the two functional units in a pipeline fashion. Okay. അതുപോലെ തന്നെ ആ ഫിഗറിൽ മെമ്മറി കൺട്രോൾ യൂണിറ്റിൽ എന്തുണ്ടായിരുന്നു, അതായത് TLB, അതായത് ഒരു ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ ഉണ്ട്. എന്തിനാണത് യൂസ് ചെയ്യുന്നത്, അതായത് വിർച്വൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സ് ഫാസ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A translation look aside buffer TLB was used in the memory control unit for fast generation of a physical address from a virtual address. അപ്പോൾ അതിൽ രണ്ട് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ഇൻറ്റീജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്, പൈപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ദി പെർഫോമൻസ് ഓഫ് ദി പ്രോസസർ പൈപ്പ് ലൈൻസ് റിലീഡ് ഹെവിലി ഓൺ ദി cache hit ratio and on minimal branching damage to the pipeline flow. Okay. ഇനി ഇവിടെ CPIയുടെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്, അതായത് 2 സൈക്കിൾസ് ടു ഹൈ എത്രയായിരിക്കാം, 20 സൈക്കിൾസ് വരെ ആവാം. അപ്പോൾ അതാണ് പറയുന്നത്. ദി CPI ഓഫ് എ VAX8600 ഇൻസ്ട്രക്ഷൻ varied within a wide range from 2 cycles to as high as 20 cycles. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാണ്, അതായത് മൾട്ടിപ്ലൈ അതുപോലെ ഡിവൈഡിന്റെ കേസ് വരുമ്പോൾ both multiply and divide might tie up the execution unit for a large number of cycles. This was caused by the use of long sequence of micro instructions to control hardware operations. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, സിമ്പിൾ ആയുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് മോട്ടറോള MC68040. ഇവിടെ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് 1.2 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ്. ഇവിടെ 100 ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്, 18 അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ കേഷെ. അപ്പോൾ അതിൽ 4 KB ഇൻസ്ട്രക്ഷൻ കേഷെ, അതുപോലെ 4 KB ഡാറ്റ കേഷെ. അതുപോലെ സെപ്പറേറ്റ് MMU സപ്പോർട്ടഡ് ബൈ ATC, അതായത് MMU അറിയാലോ, അതായത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ഓക്കെ, മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് സപ്പോർട്ടഡ് ബൈ ATC എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അഡ്രസ് ട്രാൻസ്ലേഷൻ cache. അപ്പോൾ എന്ന് പറയുന്നത് equivalent to TLB. Then data format range from 8 to 80 bits. ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ് പറയുന്നത് ഇൻറ്റീജർ യൂണിറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഉണ്ട്, ദെൻ മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് തന്നെ ഇൻസ്ട്രക്ഷൻ മെമ്മറി യൂണിറ്റ് വരുന്നുണ്ട്, ഡാറ്റ മെമ്മറി യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിലാണ്, അതായത് ഇൻസ്ട്രക്ഷന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻ cache വരുന്നുണ്ട്, ഡാറ്റ cache വരുന്നുണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻ ATC, അതായത് അഡ്രസ് ട്രാൻസ്ലേഷൻ cache, അതുപോലെ ഡാറ്റ ATC അഡ്രസ് ട്രാൻസ്ലേഷൻ cache. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന അതിന്റെ കമ്പോണൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 18 അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്. 18 addressing modes are supported, including register direct and indirect, indexing, memory indirect, program counter indirect, absolute and immediate mode. Okay, അപ്പോൾ ഇത്രയും addressing modes ഒക്കെ വരുന്നുണ്ട്. ഇനി instruction set. The instruction set includes data movement, integer, BCD and floating point arithmetic, logical, shifting, bit field manipulation, cache maintenance, and multiprocessor communication, in addition to program and system control and memory management instructions. ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ CPU has 2 units അല്ലേ, അതായത് ഇൻറ്റീജർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഉണ്ട്.
അപ്പോൾ ഇൻറ്റീജർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇൻറ്റീജർ യൂണിറ്റും അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് എന്താ പൈപ്പ്ലൈൻഡ് ആണ്. അപ്പോൾ ഇൻറ്റീജർ യൂണിറ്റിൽ 6 സ്റ്റേജ് ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ ആണ് വരുന്നത്. അതുപോലെ ഓൾ ഇൻസ്ട്രക്ഷൻസ് ആർ ഡീകോഡഡ് ഇൻ ദിസ് യൂണിറ്റ്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് വന്നാലോ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിലേക്കാണ് അതിനെ ഫോർവേഡ് ചെയ്യുന്നത് എക്സിക്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിൽ വരുന്നത് 3 പൈപ്പ്ലൈൻ സ്റ്റേറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഇൻറ്റീജർ യൂണിറ്റിലാവുമ്പോൾ 6 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ദെൻ ഇനി വരുന്നത് മെമ്മറി യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഡാറ്റ മെമ്മറി യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മെമ്മറി യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ രണ്ടിനും എന്തുണ്ട്, ബസ്സുകളുണ്ട് അല്ലേ, സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ബസ്സസ് ഉണ്ട്. ഫിഗറിൽ കണ്ടുള്ളതാണ്. അപ്പോൾ ഓരോ ബസ് എന്ന് പറയുന്നത് അതായത് ബോത്ത് ബസ്സസ് ആർ 32 ബിറ്റ് വൈഡ്. അതുപോലെ ഈച്ച് ഓഫ് 2 ATC ഹാവ് 64 എൻട്രീസ്. അപ്പോൾ എന്ന് പറയുന്നത് ദിസ് പ്രൊവൈഡ് ഫാസ്റ്റ് ട്രാൻസ്ലേഷൻ ഫ്രം വിർച്വൽ ടു ഫിസിക്കൽ അഡ്രസ്സസ്. ദെൻ ലാസ്റ്റ് ആയി നമുക്ക് നോക്കേണ്ടത് സിസ്ക് മൈക്രോ പ്രോസസർ ഫാമിലീസ് ആണ്. അതിൽ ഇന്റൽ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ നോട്രോൺ ഫാമിലി ഉണ്ട്. അപ്പോൾ അതിൽ ഇന്റൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഇന്റൽ 4004 4 ബിറ്റ് ആണ്. അതുപോലെ 8 ബിറ്റിൽ വരുന്നതാണ് ഇന്റൽ 8008 8080 8085. അതുപോലെ 16 ബിറ്റിൽ വരുന്നതാണ് 8086 80186 80268. 32 ബിറ്റിൽ വരുന്നതാണ് ഇന്റൽ 80386 80486. ഇനി മോട്ടറോള ഫാമിലി നോക്കുമ്പോൾ 8 ബിറ്റിൽ MC 6800, then MC 68000 16 ബിറ്റ് ആണ്, then MC 68020 അതെന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് എടുത്തത്. ശരിക്കും അത് പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല, അത്രയേ എളുപ്പമുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്. സിസ്ക് പ്രോസസറും അതുപോലെ തന്നെ റിസ്ക് പ്രോസസറും എക്സാമിന് എന്തായാലും ചോദിക്കും. അതുകൊണ്ടാണ് എടുത്തു തന്നിട്ടുള്ളത്. എളുപ്പമാണ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ വേഗം തന്നെ കംപ്ലീറ്റ് ആക്കാം. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് പാരഡിഗ്ം 5th മോഡ്യൂൾ 6th മോഡ്യൂൾ എടുക്കാനായിട്ടുള്ളത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടാവില്ലേ, ഒട്ടും മനസ്സിലാവാത്ത ടോപ്പിക്സ് ഇല്ലേ, അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എടുക്കാം. കാരണം ഇനി ടൈമും ഇല്ല, ഫുൾ മൊഡ്യൂൾ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ടൈം തീരെ ഉണ്ടാവില്ല ഫുൾ കവർ ചെയ്ത് വരണ്ടേ. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്ന ടോപ്പിക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എടുത്തു തീർക്കാം. പ്രോഗ്രാം പാരഡിഗ്ംസിന്റെ കേസ് മാത്രമല്ല, കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിലായാലും നിങ്ങൾക്ക് ടഫായി തോന്നുന്ന ഏത് മൊഡ്യൂൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടഫായി തോന്നുന്ന ടോപ്പിക്സ് വേഗം കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.